ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മൾ ഹീറോ പാഷൻ പ്രോ ഉണ്ട്, നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻഡിക്കേറ്റർ മാറ്റുക, അതുപോലെ ക്ലച്ചിൻ്റെ ലിവർ, ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്യുക. പിന്നെ സെൽഫ് ചെക്കപ്പ്, ബാറ്ററി ചെക്കപ്പ്, ഇതൊക്കെയാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സർവീസായിട്ടൊന്നും വേണ്ടില്ല, ജന സർവീസായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഈ കംപ്ലയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻഡിക്കേറ്റർ ബാക്കിലെ ഈ 2 ഇൻഡിക്കേറ്റർ നമുക്ക് മാറ്റിയിടണം കേട്ടോ. ബാക്കിലെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത് പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇത് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഈ വയർ പൊട്ടിപ്പോയിരിക്കുകയാണ്. അതാണ് ആ ബാക്കിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാത്ത കാരണം. അപ്പോൾ ബാക്കിൽ 2 ഇൻഡിക്കേറ്റർ നമുക്കത് മാറ്റിയിടണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഉണ്ട്, അതിവിടെ ഫുള്ളായിട്ട് ഈ ഭാഗം പൊട്ടിപ്പോയിരിക്കുകയാണ്. ആ സ്ക്രൂ ചെയ്യുന്ന ഭാഗം പൊട്ടിപ്പോയിരിക്കുകയാണ്, ആ ക്ലിപ്പ് ചെയ്യുന്ന ഭാഗമാണ് അത് പൊട്ടിപ്പോയി. അതുപോലെ തന്നെ അടിഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ആ വൈസറും മാറ്റിയിടും, എന്നാലും അത് ക്ലിയർ ആവും. തൽക്കാലം നമുക്ക് ആ ടൈയൊക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഈ ക്ലച്ച് ലിവർ മാറ്റം, ക്ലച്ച് ലിവർ പൊട്ടിപ്പോയിരിക്കുകയാണ്, അതൊന്നും മാറ്റിയിടണം. അതുപോലെ ഈ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്ററും അതും മാറ്റിയിടണം. പിന്നെ ആകെ മാറ്റാത്ത ഒരു ഇൻഡിക്കേറ്റർ പറഞ്ഞാൽ ഫ്രണ്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 3 പുതിയതാകുമ്പോൾ ഇത് പഴയതായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ മാറ്റുമ്പോൾ 4 കൂടി ഒരുമിച്ച് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 4ത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. പിന്നെ അതുപോലെ തന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ്. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഒരുപക്ഷെ വാറണ്ടി കാർഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു വാറണ്ടിയിലൊക്കെ ഒന്ന് അയച്ചു നോക്കട്ടോ. ഫുള്ളായിട്ട് ചാർജ് ഇറക്കി പോയിരിക്കണം. മീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റർ തെളിയാനുള്ള ചാർജ് പോലും ബാറ്ററിയിലില്ല. ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ് ആ സെൽഫ് വർക്ക് ചെയ്യാത്തത്. ബാറ്ററി കാർഡൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വാറണ്ടിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 4 ഇൻഡിക്കേറ്ററും മാറ്റി വരാനുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അതുപോലെ ക്ലച്ച് ലിവർ ഒക്കെ മാറ്റി വരാനുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.